56 വർഷത്തിനു ശേഷം മഞ്ഞുമലയിൽ നിന്നും കണ്ടെത്തിയ മലയാളി സൈനികന്റെ മൃതദേഹം ജന്മനാടായ ഇലന്തൂരിൽ എത്തിക്കും. ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിലുണ്ടായ വിമാന അപകടത്തിലാണ് തോമസ് ചെറിയാൻ വീരമൃത്യു വരിച്ചത്. ഇന്നലെയാണ് തോമസിന്റെ മൃതദേഹം കണ്ടെത്തിയ വിവരം സൈന്യം കുടുംബാംഗങ്ങളെ അറിയിച്ചത്. സൈന്യത്തിനും കേന്ദ്ര സർക്കാരിനും ഇലന്തൂരിലെ കുടുംബാംഗങ്ങൾ നന്ദി അറിയിച്ചു. രാജ്യചരിത്രത്തിലെ ദൈർഘ്യമേറിയ തിരച്ചിലിനൊടുവിലാണ് സൈന്യം തോമസ് ചെറിയാൻ അടക്കമുള്ള 4 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 1968-ലുണ്ടായ വിമാനാപകടത്തിൽ 102 പേർ മരിച്ചെങ്കിലും 9 പേരുടെ മൃതദേഹങ്ങൾ മാത്രമാണ് ഇതുവരെ കണ്ടെത്തിയത്. ആറന്മുള പോലീസ് മുഖേന കുടുംബത്തെ മൃതദേഹം കണ്ടെത്തിയ വിവരം സൈന്യം അറിയിച്ചു. വീരമൃത്യു വരിച്ച തോമസ് ചെറിയാന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി കുടുംബാംഗങ്ങളെ സൈന്യം അറിയിച്ചു കഴിഞ്ഞു. ഒരു ടെലഗ്രാം വന്നു, ഇങ്ങനെ ബോഡി പ്ലെയിനിന്റെ ഇത് കിട്ടിയിട്ടുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് 2 ശവശരീരവും കിട്ടിയെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നമ്മുടെ ഇപ്പോൾ ഇനിയും കിട്ടുമോ, എവിടെ കിട്ടാനാ എന്നുള്ള ചിന്ത വന്നു. ഇന്നലെ ഇതറിഞ്ഞപ്പോൾ നമുക്ക് സന്തോഷവുമുണ്ട്, ദുഃഖവുമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ഒരു സന്തോഷമെന്ന് പറയുന്നത് നമ്മുടെ അപ്പൻ്റെ അമ്മയുടെ ആ കല്ലറെ തന്നെ കൊണ്ടുവന്ന് അടക്കാമല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിൽ അതൊരു ഭയങ്കര അനുഭവമാണ്. ധീരസൈനികൻ തോമസ് ചെറിയാനെ ഇലന്തൂരിൽ തന്നെ അന്ത്യവിശ്രമമൊരുക്കും. ഭൗതികദേഹം ഇലന്തൂരിലെത്തിച്ച് മതാചാരപ്രകാരം തന്നെ സംസ്കാര ചടങ്ങുകൾ നടത്തും. തിരച്ചിൽ നടത്തുന്ന വിവരം സൈന്യം കുടുംബത്തെ അറിയിക്കാറുണ്ടായിരുന്നു. കേവല നടപടിക്രമങ്ങൾ മാത്രമാണ് അറിയിപ്പെന്ന് കുടുംബാംഗങ്ങൾ ഇതുവരെ കരുതിയിരുന്നത്. സൈന്യം നടത്തുന്ന ശ്രമങ്ങൾക്ക് നന്ദി അറിയിക്കുകയാണ് തോമസ് ചെറിയാന്റെ സഹോദരങ്ങൾ. ബോഡി കിട്ടിയ വ്യക്തി ഞങ്ങളുടെ ഒരു ബന്ധുവാണ്. പുള്ളിയാണ് ഇദ്ദേഹത്തെ കൊണ്ടുപോയത് തന്നെ. ഇവരൊരുമിച്ചായിരുന്നു. ഇവരൊരുമിച്ച് ഒരു ഫ്ലൈറ്റിലാണ് ചണ്ഡീഗഡിൽ നിന്ന് കയറുന്ന കൊണ്ട് ഇതുപോലെ പോസ്റ്റിംഗ് പോവാണെന്ന് പറഞ്ഞ് ലെറ്റർ വന്നതാണ്. പിന്നത്തെ ഒരു അറിയില്ല. അതേസമയം തോമസ് ചെറിയാനൊപ്പം അപകടത്തിൽപ്പെട്ട റാന്നി വയത്തല സ്വദേശി EM തോമസിന്റെ കുടുംബാംഗങ്ങളും പുതിയ സാഹചര്യത്തിൽ പ്രതീക്ഷയിലാണ്. ജനം, പത്തനംതിട്ട.